ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കാപാലികരുടെ കൊലക്കത്തിക്കിരയായ ഫൈസലിന് നാടിന്റെയും ബന്ധുക്കളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി. ഒരു ഉംറയും ഹജ്ജും കൂടി ചെയ്യണം, അത് കഴിഞ്ഞാൽ സമാധാനമായി. മലപ്പുറം കൊടിഞ്ഞിയിൽ ഇന്നലെ അക്രമികളുടെ കൊലക്കത്തിക്കിരയായ ഫൈസലിന്റെ വാക്കുകളാണിത്. റിയാദിലെ സുഹൃത്തുക്കളോട് പലപ്പോഴും പങ്കുവച്ചിരുന്നു മക്കയിലെത്തണമെന്ന മോഹം. എന്നാൽ ഒരുപാട് പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് മടങ്ങിയ ആ ചെറുപ്പക്കാരൻ ഇനി വരില്ല. ഇന്ന് രാവിലെ കരിപ്പൂരിൽ നിന്ന് റിയാദിലെത്തേണ്ട ഫൈസലിനെയാണ് ക്രൂരമായി അക്രമികൾ വകവരുത്തിയത്. 4 മാസം മുമ്പാണ് ഫൈസൽ നാട്ടിലേക്ക് അവധിക്ക് പോയത്. റിയാദിലെ ബദിയയിൽ ഹൌസ് ഡ്രൈവറായിരുന്നു ഫൈസൽ. 3 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. 6 മാസം മുമ്പാണ് അനിൽകുമാർ എന്ന ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചത്. ബദിയയിലെ മതകാര്യ ഓഫീസ് വഴിയായിരുന്നു ഇസ്ലാമിലേക്കുള്ള വരവ്. മാസങ്ങളോളം അന്വേഷിച്ചും പഠിച്ചും വ്യക്തമായി ബോധ്യം വന്നതിനു ശേഷമാണ് ഫൈസൽ പുതിയ വിശ്വാസം സ്വീകരിച്ചതെന്ന് മതകാര്യ ഓഫീസുമായി ബന്ധമുള്ളവർ പറയുന്നു. ബദിയയിലെ മസ്ജിദുൽ ജാമിയ എന്ന പള്ളിക്ക് സമീപത്തെ സ്വദേശിയുടെ വീട്ടിലായിരുന്നു ജോലി. ഈ പള്ളിയിലെ ഇമാം വഴിയാണ് ഇസ്ലാമിലേക്ക് മാറാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തത്. പള്ളിക്ക് സമീപത്തെ ബക്കാലയിലായിരുന്നു ഫൈസലിന്റെ സംഗമ കേന്ദ്രം. ഹൌസ് ഡ്രൈവർ എന്ന പരിമിതിക്കുള്ളിൽ നിന്നും അല്പം സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നു. വീട്ടുടമയുടെ ഭാര്യയെ ഓഫീസിൽ കൊണ്ടുവിടുന്ന സമയത്ത് വാഹനത്തിൽ അവർ പതിവായി ഖുർആൻ പാരായണം വെക്കാറുണ്ടായിരുന്നു. ഇതാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ജനിപ്പിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരിക്കലെങ്കിലും ഉംറയും ഹജ്ജും നിർവഹിക്കണമെന്ന മോഹം ഈ യുവാവിന്റെ ഉള്ളിൽ കനപ്പെട്ടിരുന്നു. 1-2 തവണ യാത്രക്കൊരുങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ നടക്കാതെ പോയി. നാട്ടിൽ പോയി വന്നതിനുശേഷം അത് നിർവഹിക്കാമെന്ന പ്രതീക്ഷയിലാണ് 3 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തെ കാണാൻ അവധിക്ക് പോയത്. താൻ വിശ്വസിച്ച മാർഗത്തിലേക്ക് കുടുംബത്തെയും കൊണ്ടുവരാൻ ഫൈസലിന് സാധിച്ചു. അതിന് ജീവന്റെ വിലയുണ്ടാകുമെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും നനച്ചിരുന്നില്ലെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. റിയാദിൽ നിന്ന് സന്തോഷത്തോടെ യാത്രയാക്കിയ സുഹൃത്ത് ദാരുണ മരണത്തിലേക്ക് താണുപോയതിന്റെ ഞെട്ടലിൽ നിന്ന് സുഹൃത്തുക്കളാരും ഇതുവരെ മോചിതരായിട്ടില്ല. പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ പോകുന്നവരാണ് വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന ഫൈസലിനെ കണ്ടത്. പുലർച്ചെ 5 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. 2 ബൈക്കിലും 1 കാറിലുമായി എത്തിയ സംഘം ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ തടഞ്ഞു വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. അക്രമി സംഘം ഓട്ടോയെ പിന്തുടരുന്നത് സമീപത്തെ കടയുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയതോടെ തീവ്ര ഹിന്ദു സംഘടനകളിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നതായി ഫൈസൽ സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ അവന്റെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകുന്നത് ഞാനാണ്. അവനുമായിട്ട് മിനിയാന്ന് അവൻ പങ്കുവെച്ചത് എനിക്ക് ഭീഷണിയുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യണത്, എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഞാനിവിടെ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഭീഷണി ആരാണെന്ന് അവൻ ആളെ പേര് പറഞ്ഞിട്ടില്ല. ഭീഷണി ഉണ്ട്, RSന്റെ BJPന്റെ ഭാഗത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ്. മൊത്തത്തിൽ എനിക്ക് സേഫ്റ്റിന്റെ കുറവുണ്ട്, കുടുംബത്തിന്റെ ഇവിടെ ഒറ്റക്കെട്ട് പോകാനുള്ള സേഫ്റ്റി പ്രശ്നം അതുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മകൻ ഭാര്യപിതാവിനെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് വ്യക്തമായി അറിയുന്നവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി മാതാവ് പറഞ്ഞു. എന്റെ മകൻ അവനിഷ്ടമുള്ള മതത്തിലേക്ക് മാറി. വെട്ടിനുറുക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഫൈസലിന്റെ അമ്മ മീനാക്ഷിയുടേതാണ് ഈ ചോദ്യം. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്കായി ജനാസ ദർശനത്തിന് വെച്ചപ്പോഴാണ് മാതാവ് ഇത് ചോദിച്ചത്. ഫൈസലിന്റെ മാതാവ് മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അവരും മറ്റു മക്കളായ സുബിത, കവിത എന്നിവരും ഫൈസലിന് അന്ത്യചുംബനം നൽകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. നാട്ടുകാർ അത് സാധിച്ചു നൽകുകയും ചെയ്തു. കണ്ടുനിന്നവർക്ക് കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു ഇത്. ഫൈസലിന്റെ കുടുംബാംഗങ്ങളും ഭാര്യപിതാവ് കാർത്തികേയനും കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫൈസൽ വീട്ടിലെ ചെലവുകളെല്ലാം വഹിച്ചിരുന്നു. ആയിരങ്ങളാണ് ജനാസ സന്ദർശനത്തിനായി കൊടിഞ്ഞിയിൽ ഒത്തുചേർന്നത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊടിഞ്ഞി പനക്കത്താഴം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൊടിഞ്ഞി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി. ഈ യുവാവിന്റെ ഉള്ളിൽ കനപ്പെട്ടിരുന്നു. 1-2 തവണ യാത്രക്കൊരുങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ നടക്കാതെ പോയി.
നാട്ടിൽ പോയി വന്നതിനുശേഷം അത് നിർവഹിക്കാമെന്ന പ്രതീക്ഷയിലാണ് 3 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തെ കാണാൻ അവധിക്ക് പോയത്. താൻ വിശ്വസിച്ച മാർഗത്തിലേക്ക് കുടുംബത്തെയും കൊണ്ടുവരാൻ ഫൈസലിന് സാധിച്ചു. അതിന് ജീവന്റെ വിലയുണ്ടാകുമെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും നനച്ചിരുന്നില്ലെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. റിയാദിൽ നിന്ന് സന്തോഷത്തോടെ യാത്രയാക്കിയ സുഹൃത്ത് ദാരുണ മരണത്തിലേക്ക് താണുപോയതിന്റെ ഞെട്ടലിൽ നിന്ന് സുഹൃത്തുക്കളാരും ഇതുവരെ മോചിതരായിട്ടില്ല. പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ പോകുന്നവരാണ് വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന ഫൈസലിനെ കണ്ടത്. പുലർച്ചെ 5 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതിനിടെയായിരുന്നു. ബദിയയിലെ മതകാര്യ ഓഫീസ് വഴിയായിരുന്നു ഇസ്ലാമിലേക്കുള്ള വരവ്. മാസങ്ങളോളം അന്വേഷിച്ചും പഠിച്ചും വ്യക്തമായി ബോധ്യം വന്നതിനു ശേഷമാണ് ഫൈസൽ പുതിയ വിശ്വാസം സ്വീകരിച്ചതെന്ന് മതകാര്യ ഓഫീസുമായി ബന്ധമുള്ളവർ പറയുന്നു. ബദിയയിലെ മസ്ജിദുൽ ജാമിയ എന്ന പള്ളിക്ക് സമീപത്തെ സ്വദേശിയുടെ വീട്ടിലായിരുന്നു ജോലി. ഈ പള്ളിയിലെ ഇമാം വഴിയാണ് ഇസ്ലാമിലേക്ക് മാറാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തത്. പള്ളിക്ക് സമീപത്തെ ബക്കാലയിലായിരുന്നു ഫൈസലിന്റെ സംഗമ കേന്ദ്രം. ഹൌസ് ഡ്രൈവർ എന്ന പരിമിതിക്കുള്ളിൽ നിന്നും അല്പം സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നു. വീട്ടുടമയുടെ ഭാര്യയെ ഓഫീസിൽ കൊണ്ടുവിടുന്ന സമയത്ത് വാഹനത്തിൽ അവർ പതിവായി ഖുർആൻ പാരായണം വെക്കാറുണ്ടായിരുന്നു. ഇതാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ജനിപ്പിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരിക്കലെങ്കിലും ഉംറയും ഹജ്ജും നിർവഹിക്കണമെന്ന മോഹം. എനിക്ക് സേഫ്റ്റിന്റെ കുറവുണ്ട്, കുടുംബത്തിന്റെ ഇവിടെ ഒറ്റക്കെട്ട് പോകാനുള്ള സേഫ്റ്റി പ്രശ്നം അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മകൻ ഭാര്യപിതാവിനെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് വ്യക്തമായി അറിയുന്നവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി മാതാവ് പറഞ്ഞു. എന്റെ മകൻ അവനിഷ്ടമുള്ള മതത്തിലേക്ക് മാറി. വെട്ടിനുറുക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഫൈസലിന്റെ അമ്മ മീനാക്ഷിയുടേതാണ് ഈ ചോദ്യം. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്കായി ജനാസ ദർശനത്തിന് വെച്ചപ്പോഴാണ് മാതാവ് ഇത് ചോദിച്ചത്. ഫൈസലിന്റെ മാതാവ് മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അവരും മറ്റു മക്കളായ സുബിത, കവിത എന്നിവരും ഫൈസലിന് അന്ത്യചുംബനം നൽകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. നാട്ടുകാർ അത് സാധിച്ചു നൽകുകയും ചെയ്തു. കണ്ടുനിന്നവർക്ക് കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു ഇത്. ഫൈസലിന്റെ കുടുംബാംഗങ്ങളും ഭാര്യപിതാവ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കാപാലികരുടെ കൊലക്കത്തിക്കിരയായ ഫൈസലിന് നാടിന്റെയും ബന്ധുക്കളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി. ഒരു ഉംറയും ഹജ്ജും കൂടി ചെയ്യണം, അത് കഴിഞ്ഞാൽ സമാധാനമായി. മലപ്പുറം കൊടിഞ്ഞിയിൽ ഇന്നലെ അക്രമികളുടെ കൊലക്കത്തിക്കിരയായ ഫൈസലിന്റെ വാക്കുകളാണിത്. റിയാദിലെ സുഹൃത്തുക്കളോട് പലപ്പോഴും പങ്കുവച്ചിരുന്നു മക്കയിലെത്തണമെന്ന മോഹം. എന്നാൽ ഒരുപാട് പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് മടങ്ങിയ ആ ചെറുപ്പക്കാരൻ ഇനി വരില്ല. ഇന്ന് രാവിലെ കരിപ്പൂരിൽ നിന്ന് റിയാദിലെത്തേണ്ട ഫൈസലിനെയാണ് ക്രൂരമായി അക്രമികൾ വകവരുത്തിയത്. 4 മാസം മുമ്പാണ് ഫൈസൽ നാട്ടിലേക്ക് അവധിക്ക് പോയത്. റിയാദിലെ ബദിയയിൽ ഹൌസ് ഡ്രൈവറായിരുന്നു ഫൈസൽ. 3 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. 6 മാസം മുമ്പാണ് അനിൽകുമാർ എന്ന ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചത്. ആക്രമണം 2 ബൈക്കിലും 1 കാറിലുമായി എത്തിയ സംഘം ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ തടഞ്ഞു വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. അക്രമി സംഘം ഓട്ടോയെ പിന്തുടരുന്നത് സമീപത്തെ കടയുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയതോടെ തീവ്ര ഹിന്ദു സംഘടനകളിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നതായി ഫൈസൽ സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ അവന്റെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകുന്നത് ഞാനാണ്. അവനുമായിട്ട് മിനിയാന്ന് അവൻ പങ്കുവെച്ചത് എനിക്ക് ഭീഷണിയുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യണത്, എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഞാനിവിടെ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഭീഷണി ആരാണെന്ന് അവൻ ആളെ പേര് പറഞ്ഞിട്ടില്ല. ഭീഷണി ഉണ്ട്, RSന്റെ BJPന്റെ ഭാഗത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ്. മൊത്തത്തിൽ